നമസ്കാരം കൂട്ടുകാരെ, ട്രക്ക് ലൈഫിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേണ്ട, ഇന്ന് നമുക്ക് കർവ ഗിയറുള്ള വാഹനം നമ്മുടെ കിട്ടിയിരിക്കുകയാണ്. വളരെ ഈസിയാണ് കൂട്ടുകാരെ ഇത് കൈകാര്യം ചെയ്യാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗിയർ ഷിഫ്റ്റിംഗ് സിസ്റ്റമാണ് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ കൂട്ടുകാരെ സൗദിയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ പല വാഹനങ്ങൾ നമുക്ക് ഓടിക്കേണ്ടതായിട്ട് വരും. ഓട്ടോമാറ്റിക്, അതുപോലെ മാനുവൽ. അപ്പോൾ ഏത് ട്രക്ക് കിട്ടിയാലും നമ്മൾ ഗിയറിനെ കുറിച്ചൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ, പുതിയതായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ ലൈക്കും ഷെയറും. കാര്യം ഓരോ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാര്യം പുതിയതായി ഇതുപോലുള്ള പട്ടണങ്ങളൊക്കെ വാഹനം ഓടിക്കാൻ വരുമ്പോൾ പല വാഹനങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് നോക്കാം. ഓക്കെ, വേണ്ട, ഈസിയാണ്. നമ്മൾ കൈയൊക്കെ ഇവിടെ വെക്കാം. ഓക്കെ, ഇങ്ങനെ ഇതിനെ പിടിക്കാം. രണ്ട് ഈ തള്ളവല്ല് കണ്ടോ, ഇതിനെ അകത്തോട്ട് കയറ്റി മുന്നോട്ട് ഇങ്ങനെ അടിച്ചാൽ ഗിയർ ഇടാം. അതാണ്ടോ ഗിയർ. ഞാനിപ്പോൾ തള്ളവല്ല് ഞെക്കിയിട്ട് കണ്ടോ ഓരോ ഗിയർ ഇടുക. കണ്ടോ, കണ്ടോ സൗണ്ടോട് കൂടെ ഗിയർ വീഴുമ്പോൾ ഒരു സൗണ്ടുണ്ട് കൂട്ടുകാരെ ഇതിന്. അത് കേൾക്കാൻ നല്ല രസമാണ്. ദാണ്ട് ഇപ്പം ദാണ്ട് മൂന്നാമത്തെ ഗിയറിലാണല്ലോ കിടക്കുന്നത്. ഏത് ഗിയറിൽ കിടന്നാലും ഒന്ന് പ്രസ് ചെയ്താൽ അത് ന്യൂട്രലിലേക്ക് വരും. നമുക്ക് നോക്കാം. ദാണ്ട് ഈ ഭാഗത്ത് കണ്ടോ, ഈ ബട്ടൺ കണ്ടോ, അകത്തോടൊന്ന് ഞെക്കണം കൂട്ടുക. ദാണ്ട് ന്യൂട്രലായി. സിമ്പിളാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് എത്ര വിശദമായിട്ട് ഞാൻ പറയുന്നത്. ദാണ്ട് ഇങ്ങനെ ഞെക്കുക, ന്യൂട്രലായി. വാഹനം ഇപ്പം നമ്മൾ ന്യൂട്രലായി. ഇനി നമുക്ക് ഗിയർ ഇടുന്ന് നോക്കാം. ദാണ്ട് ഈ തള്ളവല്ല് കണ്ടോ, ഇതുകൊണ്ട് അകത്തോട്ട് ഈ ബട്ടൺ ഞെക്കുക. അതാണ്ട് ഇങ്ങനെ ഞെക്കി കൈ ഇങ്ങനെ പിടിക്കുക. ഒന്നാമത്തെ ദാണ്ട് ഇങ്ങനെ പിടിച്ചിട്ടോടാ. 3, ഇങ്ങനെ 4. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഗിയർ ഇടാം. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. ഞാൻ ദാണ്ട് ന്യൂട്രാക്കി. 4ാമത് കിടന്ന വണ്ടി ഇപ്പം ന്യൂട്രാക്കി. വീണ്ടും ഇവിടെ പ്രസ് ചെയ്യുക അകത്തോട്ട്. ദാണ്ട് ഇങ്ങനെ സൗണ്ടോട് കൂടെ വീഴുന്ന കണ്ടോ, ഇങ്ങനെ ഇത്രയും. ഓക്കെ, വീണ്ടും ഇവിടെ ന്യൂട്രാക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വഴി ന്യൂട്രാക്കി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണും നിങ്ങൾക്ക് ഏകദേശം. ഇനി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിയർ ഗിയർ നമുക്ക് ആക്കാം. എന്നിട്ട് മേപ്പോട്ടാക്കിയാൽ മതി ഇതിനെ. ആണ്ടോ, പിന്നെ താഴോട്ടും ആക്കാം. മാക്സിമം എല്ലാം കൂടി ഒരു 8.5 ഗിയർ ഉണ്ട് കേട്ടോ. ഈ വാഹനത്തിന് 8.5 ഗിയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗിയർ ഇടുന്ന ബട്ടൺ മനസ്സിലാവുന്നതാണ്. ഇതാണ് സൗണ്ട് കേൾക്കുന്നുണ്ടോ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ വാഹനത്തെ വേണ്ട ന്യൂട്രാക്കി. അപ്പോൾ ഇനി നമുക്ക് റിവേഴ്സ് നോക്കാം. റിവേഴ്സ് ഇതിൻ്റെ ഈസിയാണ്. ഏത് ഗിയറിൽ കിടന്നാലും ഒന്ന് ന്യൂട്രാക്കണം. ഓക്കെ, ന്യൂട്രാക്കിയതിന് ശേഷമേ റിവേഴ്സ് പിടിക്കാം. വേണ്ട, ഇത് തന്നെ ഞെക്കുക. പക്ഷെ മുന്നോട്ടല്ല, ഇങ്ങോട്ട് പിടിച്ചാൽ വേണ്ട. ഇപ്പോൾ റിവേഴ്സ് ഗിയർ വണ്ടി ആണ്. സൗണ്ടൊക്കെ കേൾക്കും, കുഴപ്പമില്ല. ഒന്നുകൂടെ ക്ലച്ചൊക്കെ ഫുള്ള് ചവിട്ടിയാൽ മതി. കണ്ട് റിവേഴ്സിലേക്ക് വീണു കണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടെ ന്യൂട്രാക്കാം. ഞാൻ വാഹനം ന്യൂട്രാക്കി. റിവേഴ്സ് ഒന്നുകൂടെ കാണിക്കാൻ. വേണ്ട, ഈ തള്ളോളിനോട് ഞെക്കിയിട്ട് വേണ്ട മേപ്പോട്ട് രണ്ടിങ്ങനെ വേണ്ട ഗിയർ റിവേഴ്സ്. അതും ക്ലിയർ ആയല്ലോ. അതുപോലെ ഇത് ഓട്ടോമാറ്റിക് അല്ല, ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമുണ്ട്. എല്ലാ ഗിയറിനും അപ്പിനും ഡൗണിനും നമുക്ക് ക്ലച്ച് ചവിട്ടണം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൂട്ടുകാരെ വളരെ ഈസിയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എൻ്റെ മാനുവൽ വാഹനത്തിൻ്റെ ഗിയറൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ. അതിനെ സംബന്ധിച്ച് നോക്കുന്നത് വളരെ ഈസിയാണ്. കയറ്റത്തൊക്കെ ഒന്ന് നിർത്തിയെടുക്കാൻ എളുപ്പമാണ്. കൂടാതെ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കമൻറ്റിലൂടെ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, പിന്നെ ഇത് നമുക്ക് വേണ്ട മേപ്പോട്ടൊക്കെ ഉയർത്താം, താഴോട്ടാക്കാം, മേപ്പോട്ട് ഇതിനെ ഉയർത്താം. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. എന്നാൽ ഇനി വണ്ടി ഒന്ന് എടുക്കാം. ഇപ്പം ഇത്ര നേരം നിർത്തിയിട്ടേക്കുമായിരുന്നല്ലോ. ഓക്കെ, ഞാൻ ക്ലച്ച് ചവിട്ടി ഒന്നാമത്തെ ഗിയർ ഇട്ടു. അത് നേരെ 2ലേക്കാണ് വീഴുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ എപ്പോൾ നമ്മൾ ഗിയർ ഇട്ടാലും 2ലേക്കാണ് വീഴുന്നത്. വേണ്ടേ, അതുകൊണ്ട് ഇവിടെ 2ലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒന്നാമത്തെ ഗിയർ എങ്ങനെയാണെന്ന്. ഈസിയാണ്. വേണ്ടേ, ഇവിടെ ഞെക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ഞെക്കിക്കൊണ്ട് നേരെ മേപ്പോട്ടിട്ടാൽ മതി. വേണ്ട, ഇപ്പോൾ ഒന്നാമത്തെ. അപ്പോൾ അതും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എടുക്കാം. ഓക്കെ, വണ്ടി നമുക്ക് ഹാൻഡ് ബ്രേക്കൊക്കെ റിലീസ് ചെയ്ത് വണ്ടി മുന്നോട്ട് എടുക്കുക.
ഓക്കെ, എടുത്ത് ഞാൻ വീണ്ടും ഗിയർ ഇട്ടു. ഗിയർ വീണു. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി, ഒത്തിരി ഓടിക്കുന്നില്ല. വീണ്ടും ഗിയർ ഇട്ടു. ഓക്കെ, 5ാമത്തെ ഗിയറിലേക്ക് അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, ഒന്ന് തിരിച്ചെടുത്ത് കാണിക്കാം. ഒരു ഗിയർ വേണ്ട, ഈ ലിവർ താഴോട്ടാക്കി ഇങ്ങനെ വേണ്ട, താഴോട്ട് പോകും ഇങ്ങനെ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റ്, വിലയേറിയ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. വാഹനത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഓക്കെ, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.